വാട്സ്ആപ്പ് യൂട്യൂബ് ഇന്നൊരു വർക്കൗട്ട് വീഡിയോ ആൻഡിയോ അതിൻ്റെ അനാലിസിസ് അല്ല നമ്മൾ പറയാൻ പോണത് ഞാൻ അതർ ദാൻ ക്രിയേറ്റിനാണ്. കാരണം കുറേ ആൾക്കാർക്ക് ഇപ്പോഴും ക്രിയേറ്റിനെ പറ്റിയിട്ടൊരു ബെറ്റർ ക്ലാരിറ്റി ഇല്ല. കാരണം കുറേ ആൾക്കാർ എന്നോട് ഇപ്പോഴും ചോദിക്കാറുണ്ട് ക്രിയേറ്റിൻ എങ്ങനെ എടുക്കേണ്ടത്, ഞാൻ ക്രിയേറ്റിന് എടുത്ത് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, എന്താണ് അതിൻ്റെ ഒരു ഡോസേജ് എന്താണെന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോണേക്ക് മുന്നേ എനിക്ക് ആദ്യം കവർ ചെയ്യാനുള്ളത് ക്രിയേറ്റിൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സപ്ലിമെൻ്റ് ആണ്. ഇപ്പോൾ ചില ഭയങ്കര കുറേ ആൾക്കാർ പറയും ക്രിയേറ്റിൻ സ്റ്റിറോയിഡാണ്, ക്രിയേറ്റ് എടുക്കാൻ പാടില്ല എന്നൊക്കെ. അങ്ങനെയൊന്നും ഇല്ല. ക്രിയേറ്റിൻ എത്ര സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ സപ്ലിമെൻ്റ് ആണ് ക്രിയേറ്റിൻ. പിന്നെ ക്രിയേറ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ ഞാൻ അത്ര സയൻറ്റിഫിക് ആയിട്ട് പോകണില്ല, ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാം. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് വെയിറ്റ്സ്. അപ്പോൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ബോഡി ഒരു എനർജി എനിക്ക് തരണമല്ലോ. ആ എനർജി വരുന്നത് ATP എന്നുള്ള സംഭവത്തിൽ നിന്നാണ്. ഒരു എനർജി സെൽ, ATPയുടെ ഫുൾ ഫോം വരും. അപ്പോൾ ആ ATP ആണ് എനിക്ക് എനർജി തരുന്നത് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ. അപ്പോൾ ATP എനിക്ക് എനർജി തന്നു കഴിഞ്ഞാൽ അത് ADP ആവും. സയന്റിഫിക് ആയിട്ട് ടേംസ് പറയുന്നുണ്ട്. ADP എന്നുള്ളതും സ്ക്രീനിൽ വരും, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, എന്താ മനസ്സിലാവും. സാധാ പ്രോസസ്സാണ്, പക്ഷെ ഒരു പേരുണ്ട് എന്നുള്ളതിന്. അപ്പോൾ ഈ ADP ആവും. പക്ഷെ ADP വീണ്ടും തിരിച്ച് മറ്റേ ATPയിലേക്ക് പോകണമല്ലോ. ഇപ്പൊ എനിക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും എനർജി തരാൻ. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റിനാണ്. ഈ ഒരു പ്രോസസ്സിന്റെ ഫെസിലിറ്റി ക്രിയേറ്റിനാണ്. അപ്പൊ ഇതിന് ഈ ഒരു ഫുൾ പ്രോസസ്സിനെ 100% അതിന്റെ എഫക്റ്റീവ് ആക്കണമെങ്കിൽ വാട്ടർ ഇൻടേക്കും വേണം. ഇതാണ് ക്രിയേറ്റിൻ എന്നുള്ള സംഭവം. അപ്പോൾ എത്ര ഗ്രാം കൺസ്യൂം ചെയ്യണം എന്നുള്ളതാണ് ആൾക്കാർക്ക് പിന്നെ സംശയം എന്ന് പറയുന്നത്. കോമൺ ആയിട്ടുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത് 3 grams to 5 grams ആണ്. പക്ഷെ അത് എന്ന് പറയുന്നത് നമ്മുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റീന് സബ്ജക്റ്റഡ് ആണ്. നമ്മുടെ പാക്കേജിങ്ങിൽ ക്രിയേറ്റിൻ്റെ എല്ലാ പാക്കേജിനും 3 grams ആണ് ഒരു പെർ സ്കൂപ്പ് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതിനെ എക്സീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ 2 സീനറിയോ പറയാം. ഇപ്പോൾ ഉദാഹരണം ഇടുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു അത്ലറ്റിക് പെർഫോമൻസിൽ ഇൻവോൾവ് ആയ ആൾക്കാർ, കാരണം ഭയങ്കരമായിട്ട് അതിൽ റിഗറസ് ആക്ടിവിറ്റിയിൽ അവരെന്നും പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ആൾക്കാർ 5 grams എടുക്കണമെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ പവർ ലിഫ്റ്റേഴ്സിൻ്റെ ആസ്പെക്റ്റിലാകുമ്പോൾ ഇമ്മൻസ് എമൗണ്ട് ഓഫ് വെയിറ്റ് എന്നും ഒരു പുഷ് ചെയ്യുക. ടോട്ടൽ എമൗണ്ട് ഓഫ് ഫിസിക്കൽ ഔട്ട്പുട്ട് അത്രയ്ക്കും ഹൈ ആണ്. ഭയങ്കരമായിട്ട് അവർ വെയിറ്റ് പുഷ് ചെയ്യണതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബോഡി അവിടെ വർക്ക് ആവണം 2 ആസ്പെക്റ്റിൽ, 2 സിനറിയോസിൽ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ 5 grams എടുക്കണമെങ്കിലൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് പ്രപ്പാണ്, നിങ്ങളുടെ കോച്ച് പറയുകയാണ്, അങ്ങനത്തെ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനൊരു എവിഡൻഷ്യലാണത് സപ്പോർട്ട് ചെയ്യാൻ. കാരണം ഓക്കെ ഈ ഒരു പെർപ്പസിന് അത് സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. അല്ലാത്ത സിറ്റുവേഷൻസിൽ 3 grams എക്സീഡ് ചെയ്യും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അതൊരു ആക്യുറേറ്റ് ആണ് നിങ്ങളുടെ ലിഫ്റ്റിംഗ് ജേർണിയിലേക്ക്. അപ്പോൾ കോമൺ പ്രാക്ടീസ് 3 grams അനുസരിച്ച് നിങ്ങൾ എപ്പോൾ നോക്കിയാലും സ്റ്റിക്ക് ഓൺ ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എപ്പോഴും ആൾക്കാർക്ക് ഒരു ഐഡിയ ഇല്ലാത്തതാണ്. കാരണം എത്ര വെള്ളം കുടിക്കണം ഞാൻ ക്രിയേറ്റിൻ കൺസ്യൂം ചെയ്യുമ്പോൾ എന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ ഒരു പ്രോസസ്സ് പറഞ്ഞില്ലേ, ഞാൻ ഒരു ATPയുടെ പ്രോസസ്സ്, അതിനെ 100% അത് എഫക്റ്റീവ് ആവണമെങ്കിൽ അവിടെ ബോഡിയിൽ പ്ലെൻറ്റി ഓഫ് വാട്ടർ വേണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒബിയസ്ലി അത് ഡെട്രിമെൻ്റലായിട്ടുള്ള വർക്ക് ചെയ്യുള്ളൂ. നേരെ എന്താണോ വർക്ക് ചെയ്യണം അതിൻ്റെ ആ എഫക്റ്റീവ്നെസ് കുറയും. അപ്പോൾ വെള്ളം എത്ര കുടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 liters എങ്കിലും നിങ്ങൾ മിനിമം കുടിക്കണം. അപ്പോൾ ഇതാണ് വെള്ളം എന്നുള്ളത് ഒരു വൈറ്റൽ ഫാക്ടറാണ് ഇതിൻ്റെ ഈ ഒരു സപ്ലിമെൻ്റ് എഫക്റ്റീവ് ആവണില്ല എന്നുള്ള ഇതിൽ. അപ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ പല ആൾക്കാർ പറഞ്ഞ് കിഡ്നി പോവും അങ്ങനെയൊക്കെ. അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ പക്ക എന്താ പറയുക BS ആണ്. നമ്മൾ ഒരു സംഭവം എടുക്കുന്നുണ്ട്, അപ്പം അത് 100% വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പം ആ ഒരു ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ വാട്ടർ ഇങ്ങനെയാണ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത്. പിന്നെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്നോട് എല്ലാവരും ചോദിക്കുള്ളത് എപ്പോൾ കൺസ്യൂം ചെയ്യണം, എപ്പോഴാണ് കൺസ്യൂം ചെയ്യുക, രാവിലെ കൺസ്യൂം ചെയ്യണം അല്ലെങ്കിൽ വർക്കൗട്ട് കഴിഞ്ഞിട്ട് കൺസ്യൂം ചെയ്യണം, വർക്കൗട്ടിന് മുന്നേ കൺസ്യൂം ചെയ്യണം. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ കുറേ സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതിന്. വർക്കൗട്ട് കഴിഞ്ഞ് കൺസ്യൂം ചെയ്യുന്നതാണ് ഏറ്റവും പെട്ടെന്ന് കയറുക. അപ്പം ഞാനത് എന്താ പറയുക വർക്കൗട്ട് കഴിഞ്ഞിട്ട് പ്രോട്ടീൻ ഷേക്കിൻ്റെ ഒപ്പമാണ് കൺസ്യൂം ചെയ്യുക. ഇപ്പോൾ രാവിലെ കൺസ്യൂം ചെയ്താൽ ഉച്ചയ്ക്ക് കൺസ്യൂം ചെയ്താലും ഒന്നും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് ഹൈപ്പോട്രഫി, അതായത് മസിൽ ബിൽഡിങ്ങിനെ നിങ്ങൾക്ക് ഏറ്റവും 100% നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണമല്ലോ. സയൻസ് അതിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ വർക്കൗട്ട് കഴിഞ്ഞിട്ടാണ് കൺസ്യൂം ചെയ്യാറ്. അപ്പോൾ എൻ്റെ പല കൂട്ടുകാർ വർക്കൗട്ടിന് മുന്നേ കൺസ്യൂം ചെയ്യാറുണ്ട്. അതൊക്കെ ഇൻഡിവിജ്വലായിട്ട് പ്രിഫറൻസ് ആണ്. പക്ഷേ സയൻസ് ബേസ് വ്യൂ പോയിന്റ് നോക്കുകയാണെങ്കിൽ വർക്കൗട്ട് കഴിഞ്ഞാൽ കൺസ്യൂം ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ക്രിയേറ്റിൻ ഇൻടേക്ക് ചെയ്യുന്നതിലൂടെ ഭയങ്കരമായിട്ട് മസിൽ ബിൽഡ് ആകുമോ, അല്ലെങ്കിൽ ഭയങ്കര പെർഫോമൻസ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കാൻ പോലെ ഇമ്മൻസ് രീതിയിൽ മസിൽ അങ്ങനെ വരുമൊന്നുമില്ല. ഒരു 1 to 1.5 kgs ഒക്കെ മസിൽ, ലീൻ മസിൽ മാസ് നിങ്ങൾക്ക് ഉണ്ടാകാം. പെർഫോമൻസ് അതിൽ 5 to 10% നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവും. പക്ഷെ ഇത് എന്ന് പറയുന്നത് സബ്സ്റ്റാൻഷ്യൽ അല്ല, ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ്. കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്രിയേറ്റിൻ എന്ന് പറഞ്ഞ സംഭവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവണം. കാരണം ഒരുവിധം ടോപ്പിക് ആൾക്കാർക്ക് അറിയാത്തൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ ഒരു ജെന്യുവനായിട്ടുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാം. കാരണം ഇപ്പോഴും ആൾക്കാർക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ക്രിയേറ്റീവ് സപ്ലിമെന്റിൽ ഇനിയൊരു ക്ലാരിറ്റി കുറവ് പാടില്ല. ഇതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം സിമ്പിൾ ആൻഡ് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ് ഇനി മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ ചോദിക്കേണ്ട ആവശ്യമില്ല, വീഡിയോ റെഫർ ചെയ്താലും മതി. അപ്പോൾ ഇനി നെക്സ്റ്റ് കണ്ടന്റ് വരാം. സീ യു ടിൽ നെക്സ്റ്റ് ടൈം.